ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിലെ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം പുതുവത്സര ദിനം മുതൽ ആരംഭിക്കും. മട്ടന്നൂർ നഗരസഭയുടെ പഴശ്ശിരാജ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ ഇനി മുതൽ പ്രവർത്തിക്കുക ഈ പുതിയ കെട്ടിടത്തിലാണ്. നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് കെ ശൈലജ MLA ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു. സെന്ററിനെ നിപ്മർ മാതൃകയിലാക്കി മാറ്റാനുള്ള ശ്രമമാണ് MLAയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവരിലെ ന്യൂനതകളെ വിദഗ്ധ പരിചരണത്തിലൂടെ മേന്മകളായി ഉയർത്താനും പുനരധിവാസത്തിനുമായാണ് മട്ടന്നൂരിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത്. പഴശ്ശിയിലെ ചെറിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സെന്ററിനു വേണ്ടി ആധുനിക സംവിധാനങ്ങളോടെ പഴശ്ശി കന്നാട്ടുംകാവിൽ നിർമ്മിച്ച പഴശ്ശിരാജ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അടുത്തിടെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിനാൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിരുന്നില്ല. തുടർന്ന് MLAയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. നിപ്മറിന് സമാനമായ സ്ഥാപനമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാക്കി വളർത്തിയെടുക്കാനാണ് ശ്രമമെന്ന് MLA പറഞ്ഞു. നിപ്മർ മാതൃകയിൽ ഏറ്റവും മഹത്തായിട്ടുള്ള നല്ല നിലവാരമുള്ള ഒരു സ്ഥാപനമാക്കിയിട്ട് മാറ്റുന്നതിനാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. 2 കോടി രൂപ കൂടി ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭ്യമായത് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് MCRCയുടെ മുന്നിട്ട് സെൻസറി ഗാർഡനും അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള സെൻസറി സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതിനും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവർക്ക് തൊഴിൽ പരിശീലനത്തിനും വിശ്രമത്തിനും ഒക്കെ ആയിട്ടുള്ള ഒരു കേന്ദ്രം കൂടി ഇതിൻ്റെ 3ാം നിലയിൽ ആരംഭിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ വിനിയോഗിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഒരു കുട്ടികളുടെ അടുത്ത് തന്നെ അവർക്കും ഒരു ജീവിതത്തിൽ അവരുടെ നൈപുണികൾ ഉപയോഗിക്കാനുള്ളൊരു അവസരവും അതൊരു ചെറിയ രീതിയിലെങ്കിലും അവർക്കൊരു ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ട് അവർക്കൊന്ന് സമ്പാദിക്കാനുള്ള വലിയ സമ്പാദ്യം അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ അവർക്ക് കുറച്ച് സമ്പാദിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകും. ജെൻഡർ സെൻ്റർ കൂടി നിലവിൽ വരുന്നതോടുകൂടി MCRCയുടെ പ്രവർത്തനങ്ങൾക്കായി പ്ലാൻ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ആ തുക കൊണ്ട് ജെൻഡർ സെന്റർ ആരംഭിക്കാനാണ് ലക്ഷ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനാകും ജെൻഡർ സെന്റർ ആരംഭിക്കുക. പഴശ്ശി കന്നാട്ടുംകാവിലാണ് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ 3.5 കോടി രൂപ ചെലവഴിച്ച് സെന്റർ നിർമ്മിച്ചത്. ഇത്തരത്തിലുള്ള ജില്ലയിലെ ആദ്യത്തേതും സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2ാമത്തേതുമായ ഷെൽട്ടർ ഹോമാണിത്. 2016 റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണം പഴശ്ശിയിൽ തുടങ്ങിയത്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്താണ് പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലേക്കും റാമ്പുകൾ, ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉന്നമനത്തിനും പരിശീലനത്തിനുമായാണ് കേന്ദ്രം തുടങ്ങുന്നത്. കുട്ടികൾക്ക് എല്ലാ മേഖലയിലുമുള്ള പരിചരണവും ശ്രദ്ധയും ഇവിടെ ലഭ്യമാക്കും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി, വെർച്വൽ റീഹാബിലിറ്റേഷൻ, വൊക്കേഷണൽ ട്രെയിനിംഗ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മാതൃകയിലുള്ള സ്ഥാപനമാക്കി പുനരധിവാസ കേന്ദ്രത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.